ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, നസീറിനെ കാണാതായതിന്റെ പേരിൽ വിഷ്ണു അകത്തു പോകാൻ സാധ്യതയുണ്ട്. IG ഹമീദ് സാർ അന്വേഷിക്കുന്നത്. എങ്കിൽ നമ്മൾ അവിടെ മുന്നിൽ നിന്ന് കളിക്കാതെ IG സാറിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഒപ്പം നിൽക്കണം. ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് അടിച്ചോ. എനിക്ക് വേണ്ട. ഇതങ്ങോട്ട് പിടിക്കണ്ട സാറേ, പിടിച്ചങ്ങോട്ട്. അതെ, അന്നത്തിൻ്റെ അടുത്തും മദ്യത്തിൻ്റെ അടുത്തും പിണക്കം കാണിക്കരുതെന്നാ പറഞ്ഞ, പിന്നെ അത് കിട്ടാൻ പെടാപ്പാട് വിടും. അടിയുന്നു ഒരുപാട് സങ്കടമുണ്ട്. ഇതിന് കപ്പുറത്ത് വെച്ചോ, സങ്കടത്തിന് ബെസ്റ്റാ. അതല്ല, പിന്നെ കൈ കിടന്ന കാശും പോയി, കിട്ടാനുള്ളത് കിട്ടിയതുമില്ല. ആത്മാഭിമാനം കപ്പൽ കയറുകയും ചെയ്തു. അതൊരു ഭാഗ്യാ. ഒന്നുകൂടി ഒഴിക്കട്ടെ, നിങ്ങളെ ഒന്ന് മൂക്കൂ. ഡ്രൈ ആ വെച്ചിരിക്കണ, വേണ്ട അടിച്ചോ. എന്തൊക്കെയായിരുന്നു പ്രലോഭനങ്ങൾ. എന്നെ അങ്ങ് ഇപ്പൊ തന്നെ ചക്രവർത്തിയായിട്ട് വാഴിക്കും, പട്ടുമെത്തയെ കിടത്തി വെഞ്ചാമരം വീശും, പരവതാനി ഒലക്കയുടെ മൂട് എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ഒരു കൂഴച്ചക്കയുടെ വില പോലും ഇല്ലാതെ ഇട്ട് ഓടിക്കുക തെക്കോട്ടും വടക്കോട്ടും. സംഗതി മൂത്ത് കയറുന്നുണ്ട്. കയ്യിൽ നിന്ന് ചുളയിറക്കി തരുന്നത് വരെ എല്ലാവർക്കും നാവുണ്ടായിരുന്നു. തിരിച്ചത് വാങ്ങിത്തരാനും അതിനുവേണ്ടി ശബ്ദം ഉയർത്താനും ഒരാൾക്കും നാവനക്കമില്ല. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥ. ഞാനിതൊക്കെ ആരോടാ പറയേണ്ടത്? എല്ലാത്തിന്റെ അണ്ണാക്കിനകത്ത് പണം തിരികെ കയറ്റിയിരിക്കുകയാണോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ. അതെ ഉപേന്ദ്ര സാറേ, ഒന്നും തോന്നരുത്. എന്റെ സുസു പൊതുവെ അങ്ങനെ, എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല. അണ്ണാക്കിലേക്ക് കോലിട്ട് കുത്തിയാൽ പോലും സുസുവിന്റെ നാക്ക് കാണാൻ പറ്റില്ല. അത് പഴം വിഴുങ്ങിയിട്ടൊന്നുമല്ല, ഈ മൗനം വിദ്വാനുഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ലൈൻ. ചത്ത് ചീഞ്ഞ് പട്ടടയിൽ വെച്ചതിന് ഇനി എന്ത് ചരമഗീതം? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു പിടിക്കാം, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യാന്ന് പറയുന്നതല്ലാതെ ഒന്നും കാണുന്നില്ലല്ലോ. പോലീസിന്റെ ബലം മുഴുവൻ ആവാഹിച്ച് പോലീസുകാരെ മുഴുവൻ എന്റെ മടുത്തപ്പിലാണെന്ന് പറഞ്ഞ നിന്റെ ചിറ്റപ്പൻ എന്തിയേ? ഒരറിവുമില്ലല്ലോ. എന്താണോ, എനിക്കറിവില്ലെന്നാണോ അതോ എന്നെ കുറിച്ച് ഒരറിവില്ലെന്നാണോ? എന്തൊക്കെയാണോ താൻ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് പറ്റിപ്പോയ ഒരു ആന മണ്ടത്തരത്തിന്റെ കഥ. ഇനി ഇവിടെ എന്തെങ്കിലും നടക്കുവോ? എനിക്കതറിഞ്ഞാ മതി. പിന്നെ കള്ളുകൂടിയും പ്ലാനിങ്ങും ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. വേറെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതെ, നസീറിനെ കാണാതായതിന്റെ പേരിൽ വിഷ്ണു അകത്തു പോകാൻ സാധ്യതയുണ്ട്. IG ഹമീദ് സാർ അന്വേഷിക്കുന്നത്. എങ്കിൽ നമ്മൾ അവിടെ മുന്നിൽ നിന്ന് കളിക്കാതെ IG സാറിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഒപ്പം നിൽക്കണം. നമ്മുടെ കൈക്കല്ലെങ്കിൽ മറ്റൊരു കൈക്ക്. അവനൊന്ന് അകത്ത് കിടക്കുന്നത് കൺകുളിർക്കെ ഒന്ന് കാണണം. ഭാര്യ ജില്ലാ കളക്ടറുടെ കസേരയിൽ ഞെളിഞ്ഞിരിക്കുമ്പോ ഭർത്താവ് ഓട്ടപാത്രവും പിടിച്ച് ജയിൽ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കണം. ഞാൻ അനുഭവിച്ചെന്റെ 10 മടങ്ങ് അനുഭവം അവനും ഉണ്ടാവണം. എടി മോളെ, അവനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോ കാഴ്ചക്കാരിയായിട്ട് ഞാൻ മോളെ വിളിക്കും. നീ അങ്ങ് വന്നേക്കണം. അന്നെന്റെ 2 കണ്ണും നന്ദ്യാർവട്ട പൂ പിഴിഞ്ഞൊഴിച്ച് ശുദ്ധിയാക്കി ഞാൻ വരും, ആ സുലഭ നിമിഷത്തെ കാഴ്ച കാണാൻ. നിങ്ങൾ ഇപ്പോഴും ആ വിഷ്ണുവിന്റെ ശാലിനിയുടെ പിറകെ നടക്കുന്നു. എന്നെ ചതിച്ചത് മറ്റവനാ, രോഹിത്. അവനെയാണ് എനിക്ക് തകർക്കേണ്ടത്. അതിനിപ്പോ നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടുന്നു തോന്നുന്നില്ല.
അത് ചിലപ്പോ അവനെ വേദനിപ്പിക്കാൻ മനസ്സുകൊണ്ടൊരു മടി കാണും. പക്ഷെ ആ മടി എനിക്കില്ല. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇയാളിത് ഉപേന്ദ്രന്റെ വാക്കുകളിലൊരു കൊളുത്തുണ്ടല്ലോ ചിറ്റപ്പ. ആധികാരിയാക്കണ്ട, വിട്ടുകളാ. ഇനി ചിലപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇല്ലെങ്കിൽ ഇയാള് നടത്തും. സംഗതി പാഴായാൽ ഇയാളെ എല്ലാരും കൂടി ഞാൻ കിടത്തും. നീ നോക്കിക്കോ. ഒരു 2 മിനിറ്റ്. രോഹിത്തെ ചമ്മന്തി അരച്ചിട്ടില്ല. ചൂട് ദോശ ഇങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടം. ചമ്മന്തി ഒഴിച്ചാലേ ഈ ടേസ്റ്റ് കിട്ടില്ല. അല്ല, ഇനി എന്താ പ്ലാൻ? ഇതുപോലെ ആളെ കൊല്ലുന്ന മദ്യം വിറ്റ് ജീവിക്കാനാണോ പോകുന്നേ? അതെ, ഇനിയും കേസും കൂട്ടായിട്ട് നടന്നാല് ഒരാളും നമ്മളെ സഹായിക്കാനായിട്ടുണ്ടാവില്ല. ഇല്ല, ഇനി ഒരിക്കലും വന്ന വഴി സഞ്ചരിക്കാൻ എനിക്ക് പറ്റില്ല. ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കണം. കണ്ടില്ലേ ഇപ്പൊ കിട്ടുന്ന ഈ സന്തോഷം ഞാനിപ്പോ ആസ്വദിക്കാം ശ്യാമേ. അല്ല രോഹിത്തെ, അതിന് നമുക്കൊരു ജോലി വേണ്ടേ? അതിനെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. നിന്നോട് പറയണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. എന്റെ ഒരു സുഹൃത്ത് ദുബായിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ജോലിയൊക്കെ ശരിയാക്കി തരാന്ന് ഏറ്റിരിക്കുക അവൻ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എന്തിനാ? വല്ല നാട്ടിലും പോയി 4 കാശുണ്ടാക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് രാജാവിനെ പോലെ കഴിയണം. അപ്പൊ നമ്മുടെ ഈ നഷ്ടപ്പെട്ട അന്തസ്സും ആഭിജാതിയും ഒക്കെ തിരികെ വരികയും ചെയ്യും. അയ്യോ രോഹിത്തെ, അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യും? ആ, നിനക്ക് ശാരദാമ്മയുടെ അടുത്ത് നിൽക്കാമല്ലോ. അല്ല, അപ്പോ ഈ വീടോ? ആ, അത് അച്ഛനോട് സത്യമ്മയോട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറയാം. രോഹിത്തെ, അതിന് സത്യാമ്മ വരുമോ? ആ, വരും. രോഹിത്തെ,